ഓം ശാന്തി. 14/7/24 പ്രഭാതമുരളി അവ്യക്ത ബാബ്ദാദ റിവൈസ് 25/11/2000 മധുബൻ. ബാബയ്ക്ക് സമാനം ആകുന്നതിനു വേണ്ടി 2 കാര്യങ്ങളുടെ ദൃഢത വയ്ക്കൂ. സ്വമാനത്തിൽ ഇരിക്കണം, സർവർക്കും ബഹുമാനം നൽകണം. ഇന്ന് ബാബ്ദാദ തൻ്റെ പ്രിയത്തിലും പ്രിയവും മധുരത്തിലും മധുരവുമായ ചെറിയൊരു ബ്രാഹ്മണ പരിവാരം എന്ന് പറയാം, ബ്രാഹ്മണ ലോകം എന്ന് പറയാം, അതിനെ നോക്കുകയാണ്. ഈ ചെറിയൊരു ലോകം എത്ര വേറിട്ടതുമാണ്, പ്രിയവുമാണ്. എന്തുകൊണ്ടാണ് പ്രിയം? കാരണം ഈ ബ്രാഹ്മണ ലോകത്തിലെ ഓരോ ആത്മാവും വിശേഷ ആത്മാവാണ്. കാഴ്ചയിൽ അതിസാധാരണ ആത്മാക്കളാണ്. എന്നാൽ ഓരോ ബ്രാഹ്മണ ആത്മാവിൻ്റെയും ഏറ്റവും വലുതിലും വലിയ വിശേഷത ഇതാണ്: പരമാത്മാവിനെ തൻ്റെ ദിവ്യ ബുദ്ധിയിലൂടെ തിരിച്ചറിഞ്ഞു. 90 വയസ്സുള്ള വൃദ്ധനായിക്കൊള്ളട്ടെ, രോഗിയായിക്കൊള്ളട്ടെ, എന്നാൽ പരമാത്മാവിനെ തിരിച്ചറിയുന്നതിൻ്റെ ദിവ്യ ബുദ്ധിയും ദിവ്യ നേത്രവും ബ്രാഹ്മണ ആത്മാക്കൾക്കല്ലാതെ പ്രസിദ്ധരായ VVIPസിന് പോലുമില്ല. ഈ മാതാക്കളെല്ലാം എന്തുകൊണ്ടാണ് ഇവിടെ എത്തിച്ചേർന്നത്? കാലുകൾ ചലിച്ചാലും ചലിച്ചില്ലെങ്കിലും എത്തിച്ചേർന്നു, തിരിച്ചറിഞ്ഞു. അതിനാലാണല്ലോ എത്തിച്ചേർന്നത്. ഈ തിരിച്ചറിയുന്നതിൻ്റെ നേത്രം, തിരിച്ചറിയുന്നതിൻ്റെ ബുദ്ധി താങ്കൾക്കല്ലാതെ മറ്റാർക്കും പ്രാപ്തമാവുക സാധ്യമല്ല. എല്ലാ മാതാക്കളും നമ്മൾ കണ്ടു, നമ്മൾ അറിഞ്ഞു എന്ന ഗീതം പാടുകയാണല്ലോ. മാതാക്കൾക്ക് ഈ ലഹരിയുണ്ടോ? കൈ വീശുകയാണ്. വളരെ നല്ലത്. പാണ്ഡവർക്ക് ലഹരിയുണ്ടോ? ഒന്ന് മറ്റൊന്നിനേക്കാൾ മുന്നിലാണ്. ശക്തികളിലും കുറവല്ല, പാണ്ഡവരിലും കുറവല്ല. എന്നാൽ ബാബ്ദാദയ്ക്ക് ഈ ഒരു സന്തോഷമുണ്ട്. ഈ ചെറിയൊരു ലോകം എത്ര പ്രിയപ്പെട്ടതാണ്. പരസ്പരം കണ്ടുമുട്ടുമ്പോഴും എത്ര പ്രിയപ്പെട്ട ആത്മാക്കളായി തോന്നുന്നു. ബാബ്ദാദ ദേശവിദേശങ്ങളിലെ സർവ ആത്മാക്കളിലൂടെയും ഇന്ന് ഹൃദയത്തിൻ്റെ ഈ ഗീതം കേൾക്കുകയായിരുന്നു. ബാബ, മധുരമായ ബാബ, നമ്മൾ അറിഞ്ഞു, നമ്മൾ കണ്ടു. ഈ ഗീതം പാടി പാടി 4 ഭാഗത്തുമുള്ള കുട്ടികൾ ഒരു ഭാഗത്ത് സന്തോഷത്തിലും മറുഭാഗത്ത് സ്നേഹത്തിൻ്റെ സാഗരത്തിലും ലയിച്ചിരിക്കുകയായിരുന്നു. 4 ഭാഗത്തും ആരെല്ലാമുണ്ടോ അവർ ഇവിടെ സാകാരത്തിലില്ല, എന്നാൽ ഹൃദയം കൊണ്ടും ദൃഷ്ടി കൊണ്ടും ബാബ്ദാദയുടെ മുന്നിലാണ്. ബാബ്ദാദയും സാകാരത്തിൽ ദൂരെ ഇരിക്കുന്ന കുട്ടികളെ മുന്നിൽ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ദേശത്തായാലും വിദേശത്തായാലും ബാബ്ദാദയ്ക്ക് എത്ര സമയത്തിനുള്ളിൽ എത്തിച്ചേരാൻ സാധിക്കും, ചുറ്റി സഞ്ചരിക്കാൻ സാധിക്കും? ബാബ്ദാദ 4 ഭാഗത്തുമുള്ള കുട്ടികൾക്ക് റിട്ടേണായി 100 കോടിയേക്കാളും 10,000 കോടിയേക്കാളും കൂടുതൽ സ്നേഹസ്മരണകൾ നൽകുകയാണ്. 4 ഭാഗത്തുമുള്ള കുട്ടികളെ കാണവേ എല്ലാവരുടെയും ഹൃദയത്തിൽ ഒരേ ഒരു സങ്കല്പം കാണുകയാണ്. എല്ലാവരും നയനങ്ങൾ കൊണ്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്: നമുക്ക് പരമാത്മാവിൻ്റെ 6 മാസത്തെ ഹോംവർക്ക് ഓർമ്മയുണ്ട്. നിങ്ങൾക്കേവർക്കും ഓർമ്മയുണ്ടല്ലോ, മറന്നുപോയില്ലല്ലോ. പാണ്ഡവർക്ക് ഓർമ്മയുണ്ടോ? നല്ലവണ്ണം ഓർമ്മയുണ്ടോ? ബാബ്ദാദ വീണ്ടും വീണ്ടും എന്തുകൊണ്ടാണ് ഓർമ്മിപ്പിക്കുന്നത്? കാരണം എന്താണ്? സമയത്തെയും നോക്കുകയാണ്. ബ്രാഹ്മണ ആത്മാക്കൾ സ്വയം തന്നെയും നോക്കുകയാണ്. മനസ്സ് ചെറുപ്പമായി കൊണ്ടിരിക്കുന്നു, ശരീരം പ്രായമായി കൊണ്ടിരിക്കുന്നു. സമയത്തിൻ്റെയും ആത്മാക്കളുടെയും വിളി നല്ലവണ്ണം കേൾക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാബ്ദാദ ഇത് നോക്കുകയായിരുന്നു. ഹേ സുഖദേവ, ഹേ ശാന്തി ദേവ, ഹേ സത്യമായ സന്തോഷത്തിൻ്റെ ദേവ, ഒരൽപ്പം അഞ്ജലി നമുക്കും നൽകൂ എന്ന ആത്മാക്കളുടെ വിളി ഹൃദയത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിന്തിക്കൂ, വിളിക്കുന്നവരുടെ ലൈൻ എത്ര വലുതാണ്. ബാബയുടെ പ്രത്യക്ഷത എത്രയും വേഗം ഉണ്ടാകട്ടെ എന്ന് നിങ്ങളേവരും ചിന്തിക്കുന്നു. എന്നാൽ പ്രത്യക്ഷത ഏത് കാരണത്താലാണ് തടയപ്പെട്ടിരിക്കുന്നത്?
നിങ്ങളേവരും സങ്കല്പിക്കുന്നതും ഹൃദയം കൊണ്ട് ആഗ്രഹം വയ്ക്കുന്നതും വായുകൊണ്ട് പറയുന്നതും നമുക്ക് ബാബ് സമാൻ ആകണം എന്നാണ്. ആകണമല്ലോ? ആകണമോ? ശരി, പിന്നെ എന്തുകൊണ്ട് ആകുന്നില്ല? ബാബ്ദാദ ബാബയ്ക്ക് സമാനം ആകുവാനായി പറഞ്ഞു. സമാനം എന്ന വാക്കിൽ എന്താകണം, എങ്ങനെയാകണം എന്ന 2 ചോദ്യങ്ങൾ ഉന്നയിക്കുക സാധ്യമേ അല്ല. എന്താണ് ആകേണ്ടത്? ഉത്തരമുണ്ടല്ലോ. ബാബയ്ക്ക് സമാനമാകണം. എങ്ങനെയാണ് ആകേണ്ടത്? ഫോളോ ഫാദർ, ഫുഡ് സ്റ്റെപ്സ് ഫാദർ മദർ. നിരാകാര ബാബ, സാകാര ബ്രഹ്മ മദർ. ഫോളോ ചെയ്യാൻ അറിയില്ലേ? ഇക്കാലത്ത് ലോകത്തിൽ അന്ധന്മാർ പോലും ഫോളോ ചെയ്യുന്നു. ഇക്കാലത്ത് അവർ വടിയുടെ ശബ്ദം കേട്ട് വടിയെ ഫോളോ ചെയ്ത് എവിടെയെങ്കിലും എത്തിച്ചേരുന്നതായി കണ്ടിട്ടുണ്ട്. താങ്കളാണെങ്കിൽ മാസ്റ്റർ സർവശക്തിവാനാണ്, ത്രിനേത്രിയാണ്, ത്രികാലദർശിയാണ്. ഫോളോ ചെയ്യുന്നത് താങ്കളെ സംബന്ധിച്ച് വലിയ കാര്യമാണോ? വലിയ കാര്യമാണോ? പറയൂ, വലിയ കാര്യമാണോ? അല്ല, പക്ഷേ ആയിപ്പോകുന്നു. ബാബ്ദാദ എല്ലാ സ്ഥാനത്തും ചുറ്റി സഞ്ചരിക്കുന്നു, സെൻറ്ററിലും പ്രവൃത്തിയിലും. അപ്പോൾ ബാബ്ദാദ ഇത് കണ്ടു. ഓരോ ബ്രാഹ്മണ ആത്മാവിൻ്റെയും അടുക്കൽ, ഓരോ സെൻറ്ററിലും, ഓരോരുത്തരുടെയും പ്രവൃത്തിയുടെ സ്ഥാനത്ത് പലയിടങ്ങളിലും ബ്രഹ്മ ബാബയുടെ ചിത്രം ധാരാളം വച്ചിരിക്കുന്നു. ഒന്നുകിൽ അവ്യക്ത ബാബയുടെ, അല്ലെങ്കിൽ ബ്രഹ്മ ബാബയുടേത്. പലയിടങ്ങളിലും ചിത്രം തന്നെ ചിത്രം കാണപ്പെടുന്നു. നല്ല കാര്യമാണ്. എന്നാൽ ബാബ്ദാദ ഇത് ചിന്തിക്കുന്നു, ചിത്രം കാണുമ്പോൾ ചരിത്രം ഓർമ്മ വരുന്നുണ്ടല്ലോ. അതോ കേവലം ചിത്രം മാത്രമാണോ കാണുന്നത്? ചിത്രം കാണുമ്പോൾ പ്രേരണ ലഭിക്കുന്നുവല്ലോ. അപ്പോൾ ബാബ്ദാദ മറ്റൊന്നും പറയുന്നില്ല, കേവലം ഒരേ ഒരു വാക്കാണ് പറയുന്നത്, ഫോളോ ചെയ്യൂ, ഇത്രമാത്രം. ചിന്തിക്കേണ്ടതില്ല, കൂടുതൽ പ്ലാൻ ഉണ്ടാക്കേണ്ടതില്ല. ഇതല്ല അത് ചെയ്യാം, ഇങ്ങനെയല്ല അങ്ങനെ, അങ്ങനെയല്ല ഇങ്ങനെ. വേണ്ട. ബാബ എന്ത് ചെയ്തുവോ കോപ്പി ചെയ്യണം, ഇത്രമാത്രം. കോപ്പി ചെയ്യുവാൻ അറിയാമോ? ഇക്കാലത്ത് സയൻസ് ഫോട്ടോ കോപ്പിയുടെ മെഷീൻ ഇറക്കിയിട്ടുണ്ടല്ലോ. ഇവിടെ ഫോട്ടോ കോപ്പി ഉണ്ടല്ലോ. അപ്പോൾ ഈ ബ്രഹ്മബാബയുടെ ചിത്രം വെച്ചുകൊള്ളൂ. നല്ല രീതിയിൽ വെച്ചുകൊള്ളൂ, വളരെ വലുത് വെച്ചുകൊള്ളൂ. എന്നാൽ ഫോട്ടോ കോപ്പി ചെയ്യുമല്ലോ. അപ്പോൾ ബാബ്ദാദ ഇന്ന് 4 ഭാഗത്തും ചുറ്റി സഞ്ചരിച്ച് ഇത് നോക്കുകയായിരുന്നു. ചിത്രത്തോടാണോ സ്നേഹം, അതോ ചരിത്രത്തോടാണോ സ്നേഹം? സങ്കല്പവുമുണ്ട്, ഉന്മേഷവുമുണ്ട്, ലക്ഷ്യവുമുണ്ട്. പിന്നെന്താണ് വേണ്ടത്? ബാബ്ദാദ കണ്ടത് ഇതാണ്. ഏതൊരു വസ്തുവും നല്ല രീതിയിൽ ഉറപ്പിക്കുന്നതിന് വേണ്ടി 4 കോണുകളിൽ നിന്നും അതിനെ ഉറപ്പിക്കാറുണ്ട്. അപ്പോൾ ബാബ്ദാദ കണ്ടത് ഇതാണ്. 3 കോണുകളും ഉറച്ചതാണ്. ഒരു കോൺ ഇനിയും ഉറക്കേണ്ടതുണ്ട്. സങ്കല്പവും ഉണ്ട്, ഉന്മേഷവുമുണ്ട്, ലക്ഷ്യവുമുണ്ട്. എന്താകണം എന്ന് ആരോടെങ്കിലും ചോദിച്ചാൽ ബാബയ്ക്ക് സമാനം ആകണം എന്നാണ് ഓരോരുത്തരും പറയുന്നത്. ബാബയേക്കാൾ കുറഞ്ഞതാകണം എന്നാരും പറയുന്നില്ല. അങ്ങനെയല്ല, സമാനമാകണം. നല്ല കാര്യമാണ്. ഒരു കോൺ ഉറപ്പിക്കുന്നു, എന്നാൽ മുന്നോട്ട് പോകവേ അയഞ്ഞതാകുന്നു. അതാണ് ദൃഢത. സങ്കല്പമുണ്ട്, ലക്ഷ്യമുണ്ട്. എന്നാൽ ഏതെങ്കിലും അന്യമായ സ്ഥിതി വരുമ്പോൾ അതിനെ താങ്കൾ സാധാരണ വാക്കുകളിൽ കാര്യങ്ങൾ വന്നു പോകുന്നു എന്ന് പറയുന്നു. അത് ദൃഢതയെ അയഞ്ഞതാക്കുന്നു. മരിച്ചു പോയാലും മാഞ്ഞു പോയാലും സങ്കല്പം പോകരുത് എന്നതിനെയാണ് ദൃഢത എന്ന് പറയുന്നത്. കുനിയേണ്ടി വന്നാലും, ജീവിച്ചിരിക്കെ മരിക്കേണ്ടി വന്നാലും, സ്വയം തന്നെ തിരിക്കേണ്ടി വന്നാലും, സഹിക്കേണ്ടി വന്നാലും, കേൾക്കേണ്ടി വന്നാലും സങ്കല്പം പോകരുത്. ഇതിനെയാണ് ദൃഢത എന്ന് പറയുന്നത്. ചെറിയ ചെറിയ കുട്ടികൾ ഓം നിവാസിൽ വന്നിരുന്നപ്പോൾ ബ്രഹ്മബാബ അവരെ തമാശ രൂപേണ
ഓർമ്മിപ്പിക്കുമായിരുന്നു, ഉറച്ചവരാക്കുമായിരുന്നു. ഇത്രയും വെള്ളം കുടിച്ചാലും ഇത്രയും മുളക് കഴിച്ചാലും ഭയപ്പെടുകയില്ലല്ലോ. പിന്നെ കൈകൊണ്ട് കണ്ണുകളുടെ മുന്നിൽ ഇങ്ങനെയാക്കുമായിരുന്നു. ബ്രഹ്മബാബ ചെറിയ ചെറിയ കുട്ടികളെ ഉറച്ചവരാക്കുമായിരുന്നു. എത്ര തന്നെ സമസ്യകൾ വന്നാലും സങ്കല്പത്തിൻ്റെ കണ്ണ് കുലുങ്ങരുത്. അതാണെങ്കിൽ ചുവന്ന മുളകും വെള്ളത്തിൻ്റെ മൺകുടവുമായിരുന്നു. ചെറിയ കുട്ടികളായിരുന്നല്ലോ. താങ്കളാണെങ്കിൽ എല്ലാവരും ഇപ്പോൾ മുതിർന്നവരാണ്. അപ്പോൾ ബാബ്ദാദ ഇന്നും കുട്ടികളോട് ചോദിക്കുകയാണ്, താങ്കളുടേത് ദൃഢസങ്കല്പമാണോ? ബാബയ്ക്ക് സമാനം ആവുക തന്നെ വേണം എന്ന് സങ്കല്പത്തിൽ ദൃഢതയുണ്ടോ? ആകണം എന്നല്ല, ആവുക തന്നെ വേണം. ശരി, ഇതിൽ കൈവീശൂ. ടി വിക്കാർ എടുക്കൂ. ടി വി ഉപയോഗത്തിൽ വരണമല്ലോ. നല്ലവണ്ണം കൈവീശൂ. ശരി, മാതാക്കളും ഉയർത്തുകയാണ്. പിന്നിലുള്ളവർ കൈ കൂടുതൽ ഉയർത്തൂ. വളരെ നല്ലത്. ക്യാബിനിലുള്ളവർ ഉയർത്തുന്നില്ല. ക്യാബിനിലുള്ളവർ നിമിത്തമാണ്. ശരി, ഏതാനും നിമിഷത്തേക്ക് കൈ ഉയർത്തി ബാബ്ദാദയെ സന്തോഷിപ്പിച്ചു. ഇപ്പോൾ ബാബ്ദാദ കേവലം ഒരേ ഒരു കാര്യം കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്നു. പറയുവാനല്ല ആഗ്രഹിക്കുന്നത്, ചെയ്യിക്കുവാൻ ആഗ്രഹിക്കുന്നു. കേവലം തൻ്റെ മനസ്സിൽ ദൃഢത കൊണ്ടുവരൂ. ചെറിയൊരു കാര്യത്തിൽ സങ്കല്പത്തെ അയഞ്ഞത് ആക്കാതിരിക്കൂ. ആരെങ്കിലും ഇൻസൾട്ട് ചെയ്താലും, ആരെങ്കിലും വെറുത്താലും, ആരെങ്കിലും അപമാനിച്ചാലും, നിന്ദിച്ചാലും, എപ്പോഴെങ്കിലും ആരെങ്കിലും ദുഃഖം നൽകിയാലും താങ്കളുടെ ശുഭഭാവന മാഞ്ഞു പോകരുത്. നമ്മൾ മായയെയും പ്രകൃതിയെയും പരിവർത്തനപ്പെടുത്തുന്ന വിശ്വപരിവർത്തകരാണ് എന്ന് താങ്കൾ ചലഞ്ച് ചെയ്യുന്നു. തൻ്റെ ഓക്കുപേഷൻ ഓർമ്മയുണ്ടല്ലോ. വിശ്വപരിവർത്തകരാണല്ലോ. അഥവാ ആരെങ്കിലും അവരുടെ സംസ്കാരത്തിന് വശപ്പെട്ട് താങ്കൾക്ക് ദുഃഖം നൽകിയാലും, മുറിവേൽപ്പിച്ചാലും, കുലുക്കിയാലും താങ്കൾക്ക് ദുഃഖത്തിൻ്റെ കാര്യത്തെ സുഖത്തിലേക്ക് പരിവർത്തനപ്പെടുത്താൻ സാധിക്കില്ലേ? ഇൻസൾട്ട് സഹിക്കാൻ സാധിക്കില്ലേ? അധിക്ഷേപത്തെ റോസാ പുഷ്പമാക്കാൻ സാധിക്കില്ലേ? സമസ്യയെ ബാബ് സമാൻ ആകുന്നതിൻ്റെ സങ്കല്പത്തിലേക്ക് പരിവർത്തനപ്പെടുത്താൻ സാധിക്കില്ലേ? നിങ്ങൾക്കേവർക്കും ഓർമ്മയുണ്ടോ, എപ്പോഴാണോ താങ്കൾ ബ്രാഹ്മണ ജന്മത്തിൽ വന്നത്, നിശ്ചയം വരുത്തിയത്, അതിന് താങ്കൾക്ക് 1 സെക്കൻഡ് എടുക്കുകയോ 1 മാസം എടുക്കുകയോ ചെയ്താലും എപ്പോൾ മുതൽ താങ്കൾ നിശ്ചയം വരുത്തിയോ, ഹൃദയം കൊണ്ട് ഞാൻ ബാബയുടേത്, ബാബ എൻ്റേത് എന്ന് പറഞ്ഞുവോ, സങ്കല്പം ചെയ്തുവല്ലോ, അനുഭവിച്ചുവല്ലോ, അപ്പോൾ മുതൽ മായയെ നിങ്ങൾ ചലഞ്ച് ചെയ്തു, ഞാൻ മായാജീത് ആകും എന്ന്. ഈ ചലഞ്ച് മായയോട് ചെയ്തിരുന്നുവല്ലോ. മായാജീത് ആകുമോ അതോ വേണ്ടയോ? മായാജീത് താങ്കൾ തന്നെയല്ലേ? അതോ ഇനി മറ്റാരെങ്കിലും വരാനുണ്ടോ? മായയെ ചലഞ്ച് ചെയ്തു എന്നിരിക്കെ ഈ സമസ്യകളും ഈ കാര്യങ്ങളും ഈ ചഞ്ചലതയും മായയുടെ തന്നെ റോയൽ രൂപമാണ്. മായ മറ്റൊരു രൂപത്തിലും വരില്ല. ഈ രൂപങ്ങളിൽ നിന്ന് തന്നെയാണ് മായാജീത് ആകേണ്ടത്. കാര്യങ്ങൾ മാറുകയില്ല, സെൻറ്റർ മാറുകയില്ല, സ്ഥാനം മാറുകയില്ല, ആത്മാക്കൾ മാറുകയില്ല, നമുക്ക് മാറണം. താങ്കളുടെ സ്ലോഗനാണെങ്കിൽ എല്ലാവർക്കും വളരെ നല്ലതായി തോന്നുന്നു. പരിവർത്തനപ്പെട്ട് കാണിക്കണം, പകരം വീട്ടരുത്, പരിവർത്തനപ്പെടണം. ഇത് പഴയ സ്ലോഗനാണ്. പുതിയ രൂപത്തിൽ റോയൽ രൂപമായി മായ ഇനിയും വരാൻ പോകുന്നു. ഭയപ്പെടരുത്. ബാബ്ദാദ അണ്ടർലൈൻ ചെയ്യുകയാണ്. മായ ഇങ്ങനെയുള്ള രൂപത്തിൽ വരേണ്ടതുണ്ട്, വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് മായയാണ് എന്ന് തിരിച്ചറിയുക പോലും ചെയ്യില്ല. ഇങ്ങനെ പറയും, അങ്ങനെയല്ല ദാദി, താങ്കൾ മനസ്സിലാക്കുന്നില്ല. ഇത് മായയല്ല, ഇത് സത്യമായ കാര്യമാണ്. കൂടുതൽ റോയൽ രൂപത്തിൽ വരാൻ പോകുന്നു. ഭയപ്പെടരുത്. എന്തുകൊണ്ട്?
നോക്കൂ, ഏതെങ്കിലും ശത്രു തോൽക്കുകയാണെങ്കിലും ജയിക്കുകയാണെങ്കിലും തൻ്റെ പക്കൽ ചെറുതും വലുതുമായ അസ്ത്രശസ്ത്രങ്ങൾ എന്തെല്ലാം ഉണ്ടോ അത് യൂസ് ചെയ്യുമോ അതോ ചെയ്യുകയില്ലയോ? ചെയ്യുമല്ലോ. അപ്പോൾ മായയുടെയും അന്ത്യം ഉണ്ടാകേണ്ടതുണ്ട്. എന്നാൽ എത്രത്തോളം അന്ത്യം സമീപം വന്നുകൊണ്ടിരിക്കുന്നോ അത്രയും അത് പുതിയ പുതിയ രൂപങ്ങളിലൂടെ തൻ്റെ അസ്ത്രശസ്ത്രങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചെയ്യുകയും ചെയ്യും. പിന്നീട് താങ്കളുടെ പാദങ്ങളിൽ കുനിയും. ആദ്യം താങ്കളെ കുനിയിക്കാൻ ശ്രമിക്കും, പിന്നെ സ്വയം കുനിയും. കേവലം ഇതിൽ ഇന്ന് ബാബ്ദാദ ഒരേ ഒരു വാക്ക് വീണ്ടും വീണ്ടും അണ്ടർലൈൻ ചെയ്യിക്കുകയാണ്. ബാബയ്ക്ക് സമാനം ആകണം. തൻ്റെ ഈ ലക്ഷ്യത്തിൻ്റെ സ്വമാനത്തിലിരിക്കൂ. ബഹുമാനം നൽകുക എന്നാൽ ബഹുമാനം നേടുക എന്നർത്ഥം. വാങ്ങുന്നതിലൂടെ ലഭിക്കില്ല. നൽകുക എന്നാൽ നേടുക എന്നർത്ഥം. ബഹുമാനം തരണം എന്നത് യഥാർത്ഥമല്ല. ബഹുമാനം നൽകുന്നത് തന്നെയാണ് നേടുന്നത്. ബോഡി കോൺഷ്യസ്നസിൻ്റെ സ്വമാനമല്ല, ബ്രാഹ്മണ ജീവിതത്തിൻ്റെ സ്വമാനം, ശ്രേഷ്ഠ ആത്മാവിൻ്റെ സ്വമാനം, സമ്പന്നതയുടെ സ്വമാനം. അപ്പോൾ സ്വമാനവും പിന്നെ ബഹുമാനം നേടലല്ല, നൽകുന്നത് തന്നെയാണ് നേടുന്നത്. ഈ രണ്ട് കാര്യങ്ങളിൽ ദൃഢത വയ്ക്കൂ. താങ്കളുടെ ദൃഢതയെ ആര് എത്ര തന്നെ കുലുക്കിയാലും ദൃഢതയെ അയഞ്ഞതാക്കാതിരിക്കൂ. ഉറച്ചതാക്കൂ, അചഞ്ചലമാകൂ. അപ്പോൾ ഈ 6 മാസത്തിൻ്റെ ഏതൊരു പ്രോമിസാണോ ബാബ്ദാദയോട് ചെയ്തത്, പ്രോമിസ് ഓർമ്മയുണ്ടല്ലോ. ഇപ്പോൾ 15 ദിവസം കഴിഞ്ഞുവല്ലോ. 5.5 മാസം ബാക്കിയുണ്ട് എന്ന് നോക്കിക്കൊണ്ടേയിരിക്കരുത്. എപ്പോഴാണോ ആത്മീയ സംഭാഷണം നടത്തുന്നത്, അമൃതവേളയിൽ ആത്മീയ സംഭാഷണം നടത്തുന്നു, അപ്പോൾ ബാബ്ദാദയെ വളരെ നല്ല നല്ല കാര്യങ്ങൾ കേൾപ്പിക്കുന്നു. തൻ്റെ കാര്യങ്ങൾ അറിയുന്നുണ്ടല്ലോ. ഇപ്പോൾ ദൃഢതയെ സ്വായത്തമാക്കൂ. തലക്കീഴായ കാര്യങ്ങളിൽ ദൃഢത വയ്ക്കരുത്. ക്രോധിക്കുക തന്നെ വേണം, എനിക്ക് ദൃഢനിശ്ചയമുണ്ട്, ഇങ്ങനെ ചെയ്യരുത്. എന്തുകൊണ്ട്? ഇക്കാലത്ത് ബാബ്ദാദയുടെ അടുക്കൽ റെക്കോർഡിൽ മെജോറിറ്റിയും ക്രോധത്തിൻ്റെ ഭിന്ന ഭിന്ന പ്രകാരത്തിലുള്ള റിപ്പോർട്ട് എത്തിച്ചേരുന്നു. മഹാരൂപത്തിൽ കുറവാണ്, എന്നാൽ അംശരൂപത്തിൽ ഭിന്ന ഭിന്ന പ്രകാരത്തിലുള്ള ക്രോധത്തിൻ്റെ രൂപം കൂടുതലാണ്. ക്രോധത്തിന് എത്ര രൂപങ്ങളുണ്ട് എന്നതിൻ്റെ മേൽ ക്ലാസ് എടുക്കണം. പിന്നെ എന്താണ് പറയുന്നത്? എൻ്റെ ഭാവം അതായിരുന്നില്ല, ഭാവനയും അതായിരുന്നില്ല, അങ്ങനെ പറഞ്ഞതാണ്. ഇതിന്മേൽ ക്ലാസ് നടത്തണം. 1200 പേർ തന്നെ ദൃഢസങ്കല്പം എടുക്കുകയാണെങ്കിൽ നാളെ തന്നെ പരിവർത്തനം സാധ്യമാണ്. പിന്നെ ഇത്രയും ആക്സിഡൻറ്റ് ഉണ്ടാവുകയില്ല. എല്ലാവരും രക്ഷപ്പെടും. ടീച്ചേഴ്സ് കൈ ഉയർത്തു. വളരെ പേരുണ്ട്. ടീച്ചർ എന്നാൽ നിമിത്ത ഫൗണ്ടേഷൻ അഥവാ ഫൗണ്ടേഷൻ ഉറച്ചതായി, അതായത് ദൃഢമായി നിലനിൽക്കുകയാണെങ്കിൽ വൃക്ഷം സ്വയമേ ശരിയായിക്കൊള്ളും. ഇക്കാലത്ത് ലോകത്തിലായാലും ബ്രാഹ്മണ പരിവാരത്തിലായാലും ഓരോരുത്തർക്കും ധൈര്യവും സത്യമായ സ്നേഹവും ആവശ്യമാണ്. കാര്യം നടക്കാനുള്ള സ്നേഹമല്ല, സ്വാർത്ഥതയുടെ സ്നേഹമല്ല. ഒന്നാമതായി സത്യമായ സ്നേഹം, രണ്ടാമതായി ധൈര്യം. ആരെങ്കിലും 95% സംസ്കാരത്തിന് വശപ്പെട്ട് പരവശമായി കീഴ്മേലായി ചെയ്തു എന്നിരിക്കട്ടെ. പക്ഷേ 5% ആണ് നല്ലത് ചെയ്തത്. എന്നിരുന്നാലും അഥവാ താങ്കൾ അവരുടെ 5% നന്മയെ സ്വീകരിച്ച് ആദ്യം അവരിൽ ധൈര്യം നിറയ്ക്കൂ. ഇത് വളരെ നല്ലതാണ് ചെയ്തത്. പിന്നെ അവരോട് പറയൂ, ബാക്കി ഇത് ശരിയായി ചെയ്യണം. അപ്പോൾ അവർക്ക് ഫീൽ ചെയ്യുകയില്ല. അഥവാ താങ്കൾ ഇതെന്തിനു ചെയ്തു, ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇതല്ല ചെയ്യേണ്ടത് എന്ന് താങ്കൾ പറയുകയാണെങ്കിൽ മുൻപേ തന്നെ പാവം സംസ്കാരത്തിന് വശപ്പെട്ടവരും ദുർബലവും ആയതിനാൽ നെർവസ് ആയി പോകുന്നു, പരിഭ്രാന്തരായി പോകുന്നു.
പ്രോഗ്രസ് ഉണ്ടാക്കാൻ സാധിക്കില്ല. ആദ്യം 5% ധൈര്യം വരുത്തൂ. താങ്കളിൽ ഈ കാര്യം വളരെ നന്നായിട്ടുണ്ട്, ഇത് താങ്കൾക്ക് വളരെ നന്നായി ചെയ്യാൻ സാധിക്കും. പിന്നെ അവർക്ക് അഥവാ സമയവും അവരുടെ സ്വരൂപം മനസ്സിലാക്കി കാര്യം പറയുകയാണെങ്കിൽ അവർ പരിവർത്തനപ്പെടും. ധൈര്യം നൽകൂ. പരവശ ആത്മാവിൽ ധൈര്യം ഉണ്ടായിരിക്കില്ല. ബാബ താങ്കളെ എങ്ങനെയാണ് പരിവർത്തനപ്പെടുത്തിയത്? താങ്കളുടെ കുറവ് കേൾപ്പിച്ചോ? താങ്കൾ വികാരിയാണ്, താങ്കൾ മലിനമാണ് എന്ന് പറഞ്ഞോ? താങ്കൾക്ക് സ്മൃതി വരുത്തി താങ്കൾ ആത്മാവാകുന്നു. ഈ ശ്രേഷ്ഠ സ്മൃതിയിലൂടെ താങ്കളിൽ സമൃദ്ധി വന്നു, പരിവർത്തനം ചെയ്തു. അപ്പോൾ ധൈര്യത്തിലൂടെ സ്മൃതി വരുത്തൂ. സ്മൃതി സ്വതവേ തന്നെ സമൃദ്ധി നേടിക്കൊടുക്കും. മനസ്സിലായോ? അതിനാൽ ഇപ്പോൾ സമാനമായി മാറുമല്ലോ. കേവലം ഒരു വാക്ക് ഓർമ്മിക്കൂ: ഫോളോ ഫാദർ മദർ. ബാബ എന്ത് ചെയ്തുവോ അത് ചെയ്യണം, ഇത്രമാത്രം. ചുവടിന്മേൽ ചുവട് വയ്ക്കണം. അപ്പോൾ സമാനമാകുന്നത് സഹജമായി അനുഭവപ്പെടും. ഡ്രാമ ചെറിയ ചെറിയ കളികൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ആശ്ചര്യത്തിൻ്റെ ചിഹ്നം ഇടുന്നില്ലല്ലോ. ശരി. അനേകം കുട്ടികളുടെ കാർഡും കത്തും ഹൃദയത്തിൻ്റെ ഗീതവും ബാബ്ദാദയുടെ അടുക്കൽ എത്തിച്ചേർന്നു. എല്ലാവരും പറയുന്നു, നമ്മുടെയും ഓർമ്മകൾ നൽകണം, നമ്മുടെയും ഓർമ്മ നൽകണം. അപ്പോൾ ബാബയും പറയുന്നു, എൻ്റെയും സ്നേഹസ്മരണകൾ നൽകണം. ബാബയും ഓർമ്മിക്കുന്നു, കുട്ടികളും ഓർമ്മിക്കുന്നു. കാരണം ഈ ചെറിയൊരു ലോകത്തിൽ തന്നെയാണ് ബാബ്ദാദയും കുട്ടികളും. മറ്റ് വിസ്താരമൊന്നുമില്ല. അപ്പോൾ ആരാണ് ഓർമ്മ വരിക? കുട്ടികൾക്ക് ബാബയും ബാബയ്ക്ക് കുട്ടികളും. അപ്പോൾ ദേശവിദേശങ്ങളിലെ കുട്ടികൾക്ക് ബാബ്ദാദയും വളരെ 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 സ്നേഹസ്മരണകൾ നൽകുന്നു. ശരി. 4 ഭാഗത്തുമുള്ള ബ്രാഹ്മണ ലോകത്തിലെ വിശേഷ ആത്മാക്കൾക്ക് സദാ ദൃഢതയിലൂടെ സഫലത പ്രാപ്തമാക്കുന്ന സഫലതയുടെ നക്ഷത്രങ്ങൾക്ക് സദാ സ്വയം തന്നെ സമ്പന്നമാക്കി ആത്മാക്കളുടെ വിളിയെ പൂർത്തീകരിക്കുന്ന സമ്പന്ന ആത്മാക്കൾക്ക്, സദാ നിർബലമായവർക്ക്, പരവശമായവർക്ക്, തൻ്റെ ധൈര്യത്തിൻ്റെ വരദാനത്തിലൂടെ ധൈര്യം പകരുന്നവർക്ക്, ബാബയുടെ സഹായത്തിന് പാത്രമായ ആത്മാക്കൾക്ക് സദാ വിശ്വപരിവർത്തകരായി സ്വപരിവർത്തനത്തിലൂടെ മായയെയും പ്രകൃതിയെയും ദുർബല ആത്മാക്കളെയും പരിവർത്തനപ്പെടുത്തുന്ന പരിവർത്തക ആത്മാക്കൾക്ക് ബാബ്ദാദയുടെ 4 ഭാഗത്തുമുള്ള ചെറിയ ലോകത്തിലെ സർവ ആത്മാക്കൾക്കും മുന്നിൽ വന്നിരിക്കുന്ന ശ്രേഷ്ഠ ആത്മാക്കൾക്ക് 100 കോടി 1000 കോടി മടങ്ങ് സ്നേഹസ്മരണകളും നമസ്തേയും. വരദാൻ. സൈലൻസിൻ്റെ സാധനങ്ങളിലൂടെ മായയെ ദൂരെ നിന്നും തിരിച്ചറിഞ്ഞ് ഓടിക്കുന്ന മായാജീത്തായി ഭവിക്കട്ടെ. മായ അന്തിമ നിമിഷം വരെയും വരും. എന്നാൽ മായയുടെ ജോലിയാണ് വരിക, താങ്കളുടെ ജോലിയാണ് ദൂരെ ഓടിക്കുക എന്നത്. മായ വരികയും താങ്കളെ കുലുക്കുകയും പിന്നീട് താങ്കൾ ഓടിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇതും ടൈം വേസ്റ്റായി. അതിനാൽ സൈലൻസിൻ്റെ സാധനങ്ങളിലൂടെ താങ്കൾ ദൂരെ നിന്ന് തന്നെ ഇത് മായയാണ് എന്ന് തിരിച്ചറിയൂ. അതിനെ അരികിൽ വരാൻ അനുവദിക്കാതിരിക്കൂ. എന്ത് ചെയ്യട്ടെ, എങ്ങനെ ചെയ്യട്ടെ, ഇപ്പോൾ പുരുഷാർത്ഥിയാണ് എന്ന് അഥവാ ചിന്തിക്കുകയാണെങ്കിൽ ഇതും മായയെ സൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ മടുപ്പുണ്ടാകുന്നു. അതിനാൽ ദൂരെ നിന്ന് തന്നെ തിരിച്ചറിഞ്ഞ് ഓടിക്കൂ. അപ്പോൾ മായാജീത് ആയി മാറും. സ്ലോഗൻ. ശ്രേഷ്ഠ ഭാഗ്യത്തിൻ്റെ രേഖകളെ എമർജ് ചെയ്യൂ. അപ്പോൾ പഴയ സംസ്കാരങ്ങളുടെ രേഖകൾ മേർജ് ആയി പോകും. ഓം ശാന്തി. ബാഹ്യമായ കാര്യങ്ങളിൽ നിന്നും മനസ്സിനെ വേർപെടുത്തി ഞാൻ എൻ്റെ ആത്മസ്വരൂപത്തിൽ
മസ്തകത്തിൽ തിളങ്ങുന്ന ജ്യോതിയിൽ കേന്ദ്രീകരിക്കുന്നു. ഒരു ബാബ രണ്ടാമതാരുമില്ല എന്ന ശക്തിശാലി സ്ഥിതിയിൽ സർവശക്തിവാന്റെ സ്വരൂപത്തിൽ ഞാൻ ഏകാഗ്രമാകുന്നു. ഒന്നിൻ്റെ അനന്തതയിൽ ഞാൻ ലയിച്ചിരിക്കുന്നു. വ്യർത്ഥ വികൽപ്പമുക്തമായ ഈ ശക്തിശാലി സ്ഥിതി എത്ര സുന്ദരവും അതിശ്രേഷ്ഠവുമാണ്. ഈ സ്ഥിതിയിലിരുന്നു കൊണ്ട് പവിത്രതയുടെ സാഗരമായ ബാബയിൽ നിന്നും സമ്പൂർണ്ണ പവിത്രതയുടെ ശക്തി ഞാൻ ഉൾക്കൊള്ളുന്നു. സാകാരത്തിൽ ദുഃഖിതരും അശാന്തരും രോഗികളുമായ ആത്മാക്കൾക്ക് ശക്തിയുടെയും ശാന്തിയുടെയും നിരോഗ അവസ്ഥയുടെയും വരദാനം ഞാൻ നൽകുന്നു.